തലമുണ്ട്. ഈ രണ്ട് തലങ്ങളെയും സമന്വയിപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ചോദനകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അവന് രണ്ടും വേണം. അവന് സന്തോഷവും സന്താപവും വരുന്ന സമയത്ത് അതിനെ രണ്ടിനെയും ഒരുപോലെ നിയന്ത്രിക്കാനും ഒരുപോലെ പിടിച്ചു നിർത്തി ഏതിനാണ് അവിടെ പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്ന് അവനെ ബോധ്യപ്പെടുത്തണം, നിരന്തരം ബോധ്യപ്പെടുത്തണം. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ശരീരം അത് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ കാണിക്കും ചെയ്യും എന്ന് വാദിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അവിടെ മനുഷ്യന് നല്ല ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കണം. ആരാണ് മനുഷ്യൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഇത്രയും ഒന്ന് പരത്തി ഈ വിഷയം പറഞ്ഞത് കേവലം ഒരു വാർത്താ സമ്മേളനം എന്നതിലുപരി ഈ വിഷയവുമായി നമുക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിവന്ദ്യ നമ്മുടെ നേതൃത്വം മീഡിയ പ്രവർത്തകരുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലൂടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതുകൂടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയിലേക്കാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയ്ക്കും ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്കും വളരെയധികം പ്രാധാന്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചു വിശാലമായ നമ്മുടെ ജില്ല. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് എത്താൻ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ 6:50 ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കേരളയിൽ നിന്നും വീണ്ടും ഒരു 10 കിലോമീറ്റർ ഉള്ളോട്ട് പോകണം എൻ്റെ പ്രോപ്പറായ വീട്ടിലേക്ക്. അപ്പം അത്രയും വിശാലമായ ദൂരം, ഭൂപ്രകൃതി കൊണ്ട് തന്നെ അത്രയും വിശാലത നമ്മുടെ ജില്ലക്കുണ്ട്. 2 ദിവസം മുമ്പ് പാലക്കാട് പോയപ്പോൾ സമയത്തും അവിടെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അത്രയും വലിയ ദൂരമുണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിക്കുകയാണ്. ജനസംഖ്യ കൂടിയതുകൊണ്ട് അതെന്തോ ഒരു കുറ്റമായി. ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്. അതിനെ തെറ്റായി ഇന്ന് വായിക്കുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ട് വിദേശ നാടുകളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ നാടുകളിലേക്ക് ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് കയറിപ്പോകുന്നു. അവിടുത്തെ HR-ൻ്റെ അഭാവമാണ്. ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒരു നാടിനും വളർച്ച സാധ്യമല്ല. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. ആ സമ്പത്ത് ഇന്ന് പറയുമ്പം അപകടകരമായി തോന്നുന്നൊരു സാഹചര്യം അത് എത്രമാത്രം ഭയാനകമാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അതെന്തോ വലിയ സ്ഫോടനാത്മകമായ ഒരു സംഭവമായിട്ടെന്നതിനെ ചിത്രീകരിക്കുന്നു. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. അതിനെ എങ്ങനെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കൂടെ നമുക്കെന്ത് വരണം, നമുക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാം, അവന് അറിവ് വേണം, അവന് പാർപ്പിടം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, സ്വസ്ഥ ജീവിതം, ഇതെല്ലാം അവനെന്ത് വേണം, അവൻ്റെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവൻ്റെ മതസ്വാതന്ത്ര്യം, അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് അവൻ്റെ ജന്മാവകാശമാണെന്നും അത് ചോദിച്ച് സർക്കാർ, ബന്ധപ്പെട്ട സമൂഹം അവന് നൽകാൻ ബാധ്യസ്ഥനാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു വാങ്ങാൻ അവന് പ്രാപ്തനാക്കേണ്ട ഉത്തരവാദിത്വം കൂടെ സമൂഹത്തിനുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്നുള്ളത് അത് ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ ഒരു ഔദാര്യമല്ല. അല്ലെങ്കിൽ ഉള്ള വീട് തച്ച് പൊളിച്ചിട്ട് പിന്നെ അവിടെ മറ്റൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല. മറിച്ച് അത് അവൻ്റെ അവകാശമാണെന്ന് ആദ്യം അവനെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. അപ്പം അങ്ങനെ ഈ ഇതെൻ്റെ അവകാശമാണെന്ന് അറിയാത്ത ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ദുർബലനായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ട ഈ മനുഷ്യന് അതിവൈകാരികതയുടെ പേരിൽ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വിശപ്പ്, അവൻ്റെ വസ്ത്രം, അവനെ ജീവിക്കാനുള്ള സ്വസ്ഥമായ സാഹചര്യം, അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അതിവൈകാരികതയിൽ ഉയർത്തപ്പെടുന്ന മുദ്രാവാക്യങ്ങളിലേക്ക് അവൻ കയറി ഇറങ്ങുന്നു. എന്നിട്ട് ഇതെല്ലാം വിസ്മരിക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ വളരെ പെട്ടെന്ന് കണ്ണടപ്പിച്ചുകൊണ്ട് അതിവൈകാരികതയിലേക്ക് അവനെ മാറ്റി വർഗീയതയുടെ, വംശീയതയുടെ, അക്രമത്തിൻ്റെ അത്തരം കാര്യങ്ങളിലേക്ക് അവനെ സൗകര്യപൂർവ്വം മാറ്റിക്കൊണ്ടു പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം. ഇതിനെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പം ഇങ്ങനെ അതിവൈകാരികരുടെ ആജ്ഞാനവർത്തികളായിട്ട് അവർ മാറുകയാണ്.
ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. അതോടൊപ്പം തന്നെ ചൂഷക മനസ്സ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പൊ വർത്തമാനകാല സാഹചര്യത്തിൽ കേരളീയമായ ഒരു സമൂഹം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം നൽകിയ ഒരു വാക്ക് ഞാൻ കേട്ട്. ഞാൻ ആളെയോ അവരൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ സംശയിക്കുന്ന ഒരാളിൽ നിന്ന് അവർ പറയാണ് മലപ്പുറം ഇത്രയും സൗഹൃദമുള്ള ഒരു നാട്. പുള്ളി തിരുവനന്തപുരത്തുകാരനാണ്. ഇത്രയും സൗഹൃദമുള്ള ഒരു നാട് ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പം 2 വർഷമായിട്ടുള്ളൂ മലപ്പുറത്തേക്ക് വന്നിട്ട്. ഇപ്പം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ എല്ലാം ഘടകവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് വല്ലാത്ത നമുക്ക് എന്താ പറയുക, മനസ്സിൽ അത്രയും സൗഹാർദ്ദമുള്ള ഒരു നാടിനെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നാൽ അതിനെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ്? എത്രമാത്രം പേടിയോടെ, ഭയത്തോടെ, എത്ര സോഫ്റ്റായിട്ടാണ് അതിനോടുള്ള പ്രതികരണം വരുന്നത്. അപ്പം എന്താണ് ഇവിടെ, ഏത് അതിവൈകാരികതയിലേക്ക് എത്ര പെട്ടെന്നാണ് ആളുകളെ വഴിമാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നല്ലതുപോലെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചൂഷണാത്മകമായ സമൂഹം മനുഷ്യരെ നൈമിഷിക സുഖത്തിലേക്ക് എത്തിച്ച് അവർക്ക് എന്താണ് ആഡംബര ജീവിതം, അതിന് യാതൊരു ധാർമ്മികതയില്ല. ആഡംബര ജീവിതം നയിക്കണം, സുഖലോലുപനാവണം, അങ്ങനെ അവർ അതിനേത് ലഹരി വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, അച്ഛനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, അമ്മയെ അടിച്ച് പുറത്താക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, യാത്രക്കാരുടെ കഴുത്തിൽ നിന്ന് അവരെ കണ്ടാഭരണങ്ങളോ ഏത് ആഭരണം പിടിച്ച് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല, സുഖലോലുപതയിലേക്ക് പോകണം. ചൂഷണ മനസ്ഥിതി വല്ലാതെ വന്നുകൊണ്ടിരിക്കും. അതിനെ തന്നെ ഒരു വിഭാഗം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ലാഭക്കൊതി, ലാഭം ഇപ്പം നോക്കൂ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പയറുണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ വെണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ മനസ്സിലത് വിൽക്കാനായിരുന്നോ? ഒരിക്കലും അല്ലല്ലോ. അത് നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ വളരെ പർപ്പസ്ഫുള്ളായി നമ്മൾ ഉണ്ടാക്കിയത്, കൃത്രിമമായി ഒന്നും ചേർക്കാതെ നമുക്ക് ഭക്ഷിക്കാനുണ്ടാക്കിയ വസ്തുക്കളുണ്ട്. എന്നാൽ ഇന്നെന്താ അവസ്ഥ? അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ. അപ്പോൾ ഈ ചൂഷണം അത് അവൻ്റെ കാര്യം മാത്രം, സാധാരണക്കാരായ ആളുകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ലാഭേച്ഛിതമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരന്തപൂർവമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോ ജീവിക്കും, അത് മനുഷ്യന് മാത്രമല്ല മനുഷ്യരമായ ജീവിക്കുള്ള അവിടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് തന്നെ തീർത്തും നന്മ നിറഞ്ഞ ഒരു ജീവിതവും ആ ജീവിത പരിസരവും അതിന് ഉതകുന്ന കരുതലും സംരക്ഷണവും നൽകുന്ന ഒരു ആദർശ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ പുനഃസൃഷ്ടിപ്പ് അതിൻ്റെ നിലനിർത്താൻ ആ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ അടിയന്തര പ്രാധാന്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞൊരു വർഷമായി കേരള മുസ്ലിം ജമാഅത്ത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് സൗഹൃദ കേരളം ഒരു അജണ്ടയായിരുന്നു. അതുപോലെ ആതുര കേരളം, ഇങ്ങനെ ഓരോ ഹെഡിങ് ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തുകൊണ്ട്, ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട്, ആവശ്യമായ ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി, ഇങ്ങനെ ഓരോ പദ്ധതികളിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കർമ്മസാമയികം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിൻ്റെ ഒരു സൃഷ്ടിപ്പ് ഇവിടെ നടക്കണം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേരള യാത്ര എന്ന ഈ ആശയത്തെ വെക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും, ഇപ്പോൾ നോക്കൂ, സബ്കാ വികാസ് അല്ലേ, എത്ര മനോഹരമായ ആശയമാണ്, ആർക്കും ഒരു എതിർപ്പില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ ബസ്സിൽ പോന്നപ്പോൾ ഒരാളിങ്ങനെ സംസാരിച്ചപ്പം നിങ്ങൾക്ക് മോഡിയുടെ എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം, തർക്കം വന്നൊരു വിഷയം, എല്ലാവരും ബഹുമാനിക്കണം, നമുക്ക് എല്ലാവരും ബഹുമാനിക്കണം, അതിനകത്ത് സംശയമുള്ള കാര്യമില്ലല്ലോ. അത് നമുക്ക് സബ്കാ സാത്ത് സബ്കാ വികാസ്, എത്ര മനോഹരമായ എല്ലാവരുടെ. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 90-ലധികം സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉള്ള സെൻട്രൽ മിനിസ്റ്ററിയിൽ സബ്കാ സാത്ത് സബ്കാ വികാസിൽ അവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ. അത്രയും ഉള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെ പോയി എന്ന് നമുക്ക് ചോദിക്കാം. സ്വാഭാവികമായിട്ടും ന്യായമായ ചോദ്യമാണല്ലോ ഇത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്നതാണ് നമ്മുടെ മനുഷ്യകുലം. അതെന്ത് ചെയ്യണം, ആ മനുഷ്യർ അവർ പരസ്പരം അറിയണം. അത് അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമില്ലാതെ പരസ്പരം വിശ്വസിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു കാലം
നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളതിൻ്റെ യഥാർത്ഥ അനുഭവ പരിജ്ഞാനമുള്ളവരാണ്. നമ്മുടെ മക്കൾക്ക് അത് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. ആ കാലം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്നൊരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. ആ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സൗഹൃദത്തിൻ്റെ പച്ചത്തുരുത്ത് ഇവിടെ അവശേഷിപ്പിക്കണം, ബാക്കി വെക്കണം. അപ്പോൾ അതിനുകൂടി അങ്ങനെ കാത്തുവെക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമ്മുടെ മക്കളിലൂടെ ഈ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനില്ലാതാക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെ നോക്കൂ, ഇപ്പം നമ്മളെല്ലാം ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട്. മനുഷ്യരെന്ന ആ ഒരു അർത്ഥത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ കേരളത്തിലടക്കം സംഭവിച്ചത് എന്താണ്? പച്ചയായ ഒരു മനുഷ്യനെ അവൻ്റെ വംശീയമായ ബംഗ്ലാദേശിയാണോ എന്ന സംശയത്തിൽ അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് നിർദാക്ഷിണ്യം, അല്ലേ, അവൻ്റെ ശരീരത്തിൽ ഒരു രോമകൂപം പോലും മർദ്ദനമേൽക്കാത്തതില്ല എന്നാണ് ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം ഈ ഒരു തരത്തിലുള്ള ജാതീയമായ, മതപരമായ, ഭാഷാപരമായ എല്ലാ വൈജാത്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണാൻ കഴിയുകയും അന്തസ്സോടെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ട പോയി നമ്മൾ ഉയർത്ത്, മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാൻ കഴിയണം. കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി, ജാതി മതങ്ങൾക്കുപരിയായി അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ആ സമഗ്രമായ ആശയവും സന്ദേശവുമാണ് കേരളയാത്ര മുന്നോട്ട് വെക്കുന്നത്. ഏറെക്കുറെ നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വന്നു കാണും. കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ. Explore the world with ease. Top 10 Travel and Tours, your gateway to breathtaking destinations. Dubai, Doha, Jeddah, Riyadh, Dammam. ഇനി ഓൺലൈൻ നിരക്കിനേക്കാൾ വില കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും. Book now with Top 10 Travel and Tours, the wings of trust.